വിവിധ KSRTC ഡിപ്പോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. ആദ്യം നമ്മൾ കോഴിക്കോട് KSRTC ബസ് ഡിപ്പോയുടെ വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. കൊട്ടാരം പോലെ ഒരു KSRTC ഡിപ്പോ, പക്ഷേ ആ കെട്ടിടം നിർമ്മിച്ചത് മുതൽ ആ കെട്ടിടം ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഘട്ടം വരെ അനാസ്ഥയുടെ നേർചിത്രമാണ് VS രഞ്ജിത്ത് പ്രേക്ഷകർക്ക് മുന്നിൽ വരച്ചു കാട്ടിയത്. VS രഞ്ജിത്തും ഒപ്പം സാനിയ മനോമയുമാണ് തുടക്കത്തിൽ കോഴിക്കോട് നിന്നും നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം VS രഞ്ജിത്തിലേക്ക്. VS രഞ്ജിത്ത്, നമ്മൾ ഈ കാണിച്ച ദൃശ്യങ്ങളും ഈ കാണിച്ച കൊട്ടാരവും ഈ KTDFCക്ക് എത്രമാത്രം ബാധ്യതയാണ്, KSRTCക്ക് എത്രമാത്രം ബാധ്യതയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ബസ് ഓടിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നത് പോകട്ടെ, ഈ കണ്ണായ സ്ഥലത്ത് ഇത്രയും അധികം രൂപ 75 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടം ഈ സർക്കാരിനും KTDFCക്കും ബാധ്യതയായി തീർന്ന കഥ അത് ഞെട്ടിപ്പിക്കുന്നതല്ലേ? മാത്രവുമല്ല, അവിടെയുള്ള ശുചിമുറികൾ, അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇത് ആർക്കു വേണ്ടി ഈ കെട്ടിടം നിർമ്മിച്ചു എന്ന ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. മൊത്തം അടിമുടി അനാസ്ഥ മാത്രമാണോ, അതല്ല അതിൽ അഴിമതിയുടെ സാധ്യതയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഡോക്ടർ അരുൺ, ഈ പടുകൂറ്റൻ കെട്ടിടം കോഴിക്കോട് നഗരത്തിൽ തല ഉയർത്തിയെന്ന് പറയാൻ പറ്റില്ല, തല താഴ്ത്തി നിൽക്കുന്ന ഒരു പടുകൂറ്റൻ കെട്ടിടം അനാസ്ഥയുടെ സ്മാരകമായി, ഒരു ദുരന്ത സ്മാരകമായി ഇപ്പോൾ നിലനിൽക്കുകയാണ്. അരുൺ സൂചിപ്പിച്ച പോലെ ഇത് അനാസ്ഥ മാത്രമല്ല, ഇതിൽ അഴിമതിയും ഉണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ഈ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ കെട്ടിടം കോടികൾ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇത്തരം ഒരു പടുകൂറ്റൻ കെട്ടിടം കോഴിക്കോട് നഗരമധ്യത്തിൽ നിർമ്മിച്ചിട്ട് അതിൽ നിന്ന് ഒരു നയാ പൈസ വരുമാനം ഉണ്ടാക്കാൻ KSRTCക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അനാസ്ഥ എന്ന് പറയുന്നത്. കാരണം 3,70,75,000 വരുന്ന ചതുരശ്ര അടിയാണ് ഈ കെട്ടിടത്തിനുള്ളത്. ഇത്രയും വലിയൊരു കെട്ടിടം സ്ക്വയർ ഫീറ്റ് കണക്കിന് വാടകയ്ക്ക് കൊടുത്താൽ പോലും കോടികൾ സർക്കാരിന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇതിപ്പോൾ കോടികൾ ബാധ്യതയായി മാറിയിരിക്കുന്നു. 75 കോടിയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവായി ആ നിർമ്മാണം പൂർത്തിയാക്കുന്ന 2015 കണക്കാക്കിയതെങ്കിൽ ഈ 2015 നിർമ്മാണം പൂർത്തിയാക്കിയ ഈ കെട്ടിടം ഇപ്പോൾ 160 കോടിയാണ് KTDFC KSRTCയുടെ പേരിൽ ബാധ്യതയായി എഴുതി ചേർത്തിട്ടുള്ളത്. KSRTCക്ക് കണക്ക് പ്രകാരം ബാധ്യത 3100 കോടി എന്നാണ് പറയുന്നത്. ആ കണക്കിൽ പക്ഷേ ഈ ബാധ്യത പെടില്ല എന്നുള്ളതാണ്. ഇത് ഒരു കെട്ടിടം, ഇതുപോലെ 4 കെട്ടിടങ്ങൾ KSRTC KTDFCയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചിട്ടുണ്ട്. ആ 4 കെട്ടിടങ്ങൾക്കായി ഏകദേശം 500 കോടിയാണ് പലിശ സഹിതം വരുന്നത് എന്നാണ് നമുക്ക് KTDFCയിൽ നിന്ന് കിട്ടുന്ന കണക്ക്. എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ അനാസ്ഥയുടെ ദുരന്ത സ്മാരകമായി ഈ കെട്ടിടം മാറുകയാണ്. മാത്രമല്ല, ഇപ്പോഴിത് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് കേവലം 32 ലക്ഷം രൂപ വാടകയ്ക്കാണ്. 17 കോടി രൂപയാണ് ഡെപ്പോസിറ്റായി സ്വീകരിച്ചിരുന്നത്. എന്നാൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് 50 ലക്ഷം രൂപ വാടകയും 50 കോടി ഡെപ്പോസിറ്റും എന്നാണ്. അതിപ്പോൾ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ നിശ്ചയിച്ച വാടക കിട്ടുമോ? അതുമില്ല. കാരണം നിശ്ചയിച്ച വാടക കിട്ടണമെങ്കിൽ സർക്കാർ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തു കൊടുക്കണം. മദ്രാസ് IIT നടത്തിയ പഠനത്തിൽ പറയുന്നത് 30 കോടി ചെലവഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കൂ എന്നുള്ളതാണ്. അങ്ങനെ 30 കോടി ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്താൻ പണമില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ ഈ ദുരന്ത സ്മാരകം ഇനി എന്തു ചെയ്യും? പണമില്ലെങ്കിൽ ആരിത് നന്നാക്കും? ആരിതിന് വാടക പിരിക്കും? കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണായ സ്ഥലത്തൊരു കെട്ടിട സമുച്ചയം കെട്ടിയുയർത്തി അത് ലാഭകരമായി കൊണ്ടു നടക്കാനും കഴിയില്ല എന്ന് തെളിയിക്കുന്നു. മാത്രമല്ല, രഞ്ജിത്തെ നോക്കൂ, കോഴിക്കോട് വലിയ മാളുകളെല്ലാം വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇത്രയും കണ്ണായ സ്ഥലത്ത് ഒരു വലിയ മാളിന് തുല്യമായിട്ടുള്ളൊരു കെട്ടിടം വന്നിട്ട് അതിൽ നിന്ന് അത് തന്നെ ബലക്ഷയമുണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വരുന്നതും അതുകൊണ്ട് ഒരു പ്രയോജനവും നമുക്ക് കിട്ടുന്നില്ല എന്ന കണ്ടെത്തലുണ്ടാവുന്നതും എത്രമാത്രം ദയനീയമാണ് അവസ്ഥ രഞ്ജിത്തെ? തീർച്ചയായിട്ടും ഇതിൻ്റെ 90% തൂണുകൾക്ക് ബലക്ഷയമുണ്ടെങ്കിൽ സർക്കാർ ആദ്യം ചെയ്യേണ്ടത് നിർമ്മിച്ച കമ്പനിയെ ബാൻ ചെയ്യണം, ഇത് നിർമ്മിച്ച ബിൽഡേഴ്സിനെ ബാൻ ചെയ്യണം, ഇതിന് പ്ലാൻ തയ്യാറാക്കിയ ആർക്കിടെക്റ്റിനെ ബാൻ ചെയ്യണം, അവരിൽ നിന്ന് പിഴ ഈടാക്കണം. കാരണം സർക്കാർ ഇത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതിനൊരു എഞ്ചിനീയർ ഉണ്ടാവും. ആ എഞ്ചിനീയർ ഇതിൻ്റെ കൃത്യമായിട്ട് ഇതിൻ്റെ ഓരോ തലത്തിലും ഇത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക് ഈ മദ്രാസ് IIT നടത്തിയ പഠനം എന്ന് പറയുന്നത് ഗുരുതരമായ കണ്ടെത്തലാണ്. ഇതിൻ്റെ 90% തൂണുകൾക്കും ബലക്ഷയമുണ്ട്, ഇതിൻ്റെ സ്ലാബുകൾക്ക് ബലക്ഷയമുണ്ട്. അങ്ങനെ സ്ലാബിനും തൂണിനും ബലക്ഷയമുള്ളൊരു കെട്ടിടം നഗരമധ്യത്തിൽ കെട്ടിപ്പൊക്കിയതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഈ 75 കോടി രൂപയുടെ മറുപടി ആര് പറയുമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത് കെട്ടി ഉയർത്തിയ എഞ്ചിനീയർക്കും ഇത് കെട്ടിപ്പൊക്കിയ ബിൽഡേഴ്സിനും ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയ ആർക്കിടെക്റ്റിനും ഒക്കെ ഇതിന് ഉത്തരവാദിത്തമുണ്ട്. അവരിൽ നിന്ന് പിഴ ഈടാക്കാൻ ഒരു വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ വിജിലൻസ് റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. കാരണം ആ വിജിലൻസ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇതിൻ്റെ ആർക്കിടെക്റ്റിൽ നിന്ന്, ഇതിൻ്റെ എഞ്ചിനീയേഴ്സിൽ നിന്ന്, ഇതിൻ്റെ ബിൽഡേഴ്സിൽ നിന്ന് പണം ഈടാക്കാൻ
പിഴ ഈടാക്കണമെന്നുള്ള ഒരു വിജിലൻസ് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇവിടെ പൂർത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ കെട്ടിടം 75 കോടി, അതെനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിൽ പണി പൂർത്തിയാകുമ്പോൾ 90 കോടിയോ മറ്റോ ആയിട്ടുണ്ട്. 90 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിട്ട് കോൺട്രാക്ട് സ്ഥലം വിട്ടു, അതിൻ്റെ കരാർ എഞ്ചിനീയറുകാർ സ്ഥലം വിട്ടു. ഇപ്പോൾ ഇത് ഒരു അധിക ബാധ്യതയായി KTDFCയുടെ മുന്നിൽ നിൽക്കുന്നു. അതിനി KSRTC പണം കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. KSRTC ആ അർത്ഥത്തിൽ ബസ് കൊണ്ട് മാത്രമല്ല കെട്ടിടം കൊണ്ടുകൂടി തകർച്ചയുടെ വക്കിലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ വിജിലൻസ് റിപ്പോർട്ട് എന്തുകൊണ്ട് വെളിച്ചം കാണുന്നില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. KSRTC രക്ഷിക്കാൻ ഒരുപാട് പേർ ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ KSRTCയുടെ ഈ തകർച്ചയുടെ മറപറ്റി ഒരു വിഭാഗം ജീവിക്കുന്നുണ്ടെന്ന് കരുതാനാകുമോ രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഇതിൻ്റെ എഞ്ചിനീയേഴ്സ്, ഇതിൻ്റെ ബിൽഡേഴ്സ്, ഇത് നിർമ്മാണം നടത്തിയ ബിൽഡേഴ്സ്, അതുപോലെ ഇതിന് പ്ലാൻ തയ്യാറാക്കിയ ആർക്കിടെക്ട്സ് ഒന്നും ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. അവർ പറയുന്ന അവർ തയ്യാറാക്കിയ പ്ലാൻ പ്രകാരം നിർമ്മാണം നടത്തിയിട്ടുണ്ട്. KSRTCയുടെ എഞ്ചിനീയർമാർ ഓരോ ഘട്ടത്തിലും പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബലക്ഷയമുണ്ട് എന്ന് പറയുന്ന കാര്യത്തെ അവർ അംഗീകരിക്കുന്നില്ല. ബലക്ഷയം ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ഇപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്റ്റ് പറയുന്ന രീതിയിൽ, ഇതിൻ്റെ ബിൽഡേഴ്സ് പറയുന്ന രീതിയിൽ ഇതിന് ബലക്ഷയമില്ല എങ്കിൽ ഈ ബലക്ഷയമുണ്ട് എന്നൊരു റിപ്പോർട്ട് എന്തിന് തയ്യാറാക്കി എന്നുകൂടി അറിയേണ്ടതുണ്ട്. കാരണം ഈ ബലക്ഷയമുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം, ഇതിൽ നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇതിൻ്റെ മൂല്യം ഇടിഞ്ഞത് എന്നുള്ളതാണ്. നേരത്തെ 50 കോടിയും 50 ലക്ഷവും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആ വാടകയും നിരക്കുമൊക്കെ കുറഞ്ഞത് ഇത്തരത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ട് ആർക്കു വേണ്ടി തയ്യാറാക്കി? ഈ റിപ്പോർട്ട് പ്രകാരമുള്ള ബലക്ഷയം ഇല്ല എങ്കിൽ എങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടായി? മറ്റൊരു ഏജൻസിയെ വെച്ച് പഠനം നടത്തിയിരുന്നോ? ഈ മദ്രാസ് IITയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുക മാത്രമാണോ ചെയ്യുന്നത്? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും എങ്കിലും ചെയ്യേണ്ടതല്ലേ? ഇത്തരത്തിൽ വലിയ അനാസ്ഥ സർക്കാരിന്റെ ഭാഗത്ത് 75 കോടി രൂപയ്ക്ക് ഒരു കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു. 90 കോടിക്ക് ആ കെട്ടിടം പൂർത്തിയാക്കുന്നു. കെട്ടിടം പൂർത്തിയാക്കി KTDFCക്ക് കിട്ടുമ്പോൾ കെട്ടിടത്തിന് ബലക്ഷയം എന്ന റിപ്പോർട്ട് വരുന്നു. 30 കോടി കൂടി മുടക്കിയാൽ മാത്രമേ ബലക്ഷയം പരിഹരിക്കാൻ കഴിയൂ എന്ന് IIT മദ്രാസ് പഠനം നടത്തുന്നു. തുടർന്ന് ആ കെട്ടിടത്തിന്റെ മൂല്യം ഇടിയുന്നു, അതിന്റെ വാടക ഇടിയുന്നു. 50 ലക്ഷം എന്നതിൽ നിന്ന് 32 ലക്ഷത്തിലേക്ക് വാടക മാറുന്നു. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ആ കെട്ടിടത്തിൽ ലഭ്യവുമല്ലാതെയാവുന്നു. ആർക്കും വേണ്ടാതെ ഒരു കെട്ടിടമായി കോഴിക്കോട് നഗരത്തിൽ തല താഴ്ത്തി ലജ്ജിച്ചു നിൽക്കുന്നു കോഴിക്കോട്ടെ KSRTC ഡിപ്പോ എന്നുള്ളതാണ്.